എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കാണാൻ പറയും. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഒരു ഏറ്റവും സോറി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. താഴമരത്തിലേക്ക് പോലീസ് വണ്ടിയാണ് ഇത്. വണ്ടി കാറ് പോലീസ് വണ്ടി കണ്ടാ. ആൾക്കാർ പോകണണ്ട. ഞാനിവിടെ നിന്ന് കുറച്ച് ഞാൻ കടന്നു പോവും. ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കടന്നു പോവും. 7 ശേഷം 7 അവിടെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടല്ലേ എത്ര ആൾക്കാർ നിൽക്കുക, എത്ര മുകളിൽ എത്ര ആൾക്കാർ നിൽക്കുന്നത് നോക്കിയേ. നോക്ക്, എല്ലാ ദൈവങ്ങളും വിശുദ്ധരെല്ലാം നിൽക്കുന്നവരാണ് കേട്ടോ. ഓരോ അറിവ് നിൽക്കും. അങ്ങനെ പോയിപ്പോൾ ഇനി ഈ സൈഡും ഉണ്ട്. ഈ സൈഡിൽ നിന്ന് എടുക്കാം. ഞാനിപ്പം ഒരു സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പോകുന്നതാണ്. മനസ്സിലായില്ലേ? ആൾക്കാർ കൂടെ പോകണ്ട. അവരുടെ കൂടെ ഞാനും ഉണ്ട്, ഇവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ബാക്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. രാവിലെ വത്തിക്കാൻ്റെ ഫ്രണ്ടിലാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കൊടുക്കുക. വേറെ ഒന്നുമില്ല. ഇത് ഇങ്ങനെ നിങ്ങൾക്കൊരു അവസരം ഒരിക്കലും കിട്ടില്ല. വത്തിക്കാൻ്റെ ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു അവസരം പാപ്പയെ കാണാൻ. ഇന്ന് 12 മണിക്ക് പാപ്പ വരും. ഇപ്പം 7 മണിയായിട്ടുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ, ദൈവമല്ല ആരുമില്ല. പോലീസ് നിൽക്കുന്നുണ്ടല്ലേ. പെണ്ണുങ്ങളും ആണുങ്ങളുണ്ട്. അവരുടെ ഡ്രസ്സാണ് പോലീസുകാരുടെ ഡ്രസ്സ്. അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ സെക്യൂരിറ്റി ചെയ്ത് അങ്ങോട്ട് വിടുള്ളൂ. കണ്ട, ഇത് വത്തിക്കാനത്ത് വെറുതെ അങ്ങനെ ആരെയും കയറ്റില്ല. ഇതെല്ലാം പോലീസ് നിൽക്കുന്നുണ്ടാ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ള് അമക്കുക, എല്ലാം അമക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് കൺഫ്യൂഷനിൽ വന്ന് പറയുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നല്ലൊരു ദിവസം തരുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാവോ ചാവോ ചാവോ. ഞാൻ വത്തിക്കാൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. കണ്ട പണിയിരിക്കുന്ന വെള്ളച്ചാട്ടം കണ്ടല്ലേ. എന്താ ഇത്രയും നല്ല. ഇവൻ ക്യൂ നിന്നിൻ്റെ അകത്ത് പള്ളിക്കകത്ത് കയറണം. വത്തിക്കാൻ വേറെ പള്ളിയിലകത്ത് കയറാനൊക്കെ ആണ് നമുക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജോൺസൺ തണൽമരം ചാനൽ നിങ്ങളെല്ലാം ചെയ്യുക. കണ്ട ഇത്രയും സൗന്ദര്യമായൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തത് മോശമില്ലേ? നിങ്ങൾക്ക് വെറുതെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നില്ല. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഒരു ലൈക്ക് ചെയ്തിട്ട് നഷ്ടം ഉണ്ടാകുമോ? ഒരു നഷ്ടം ഉണ്ടാവില്ല. ചെറിയ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വെല്ലമക്കുക. ഒരു നഷ്ടമില്ലാത്തതല്ലേ. നമുക്ക് എത്ര വെറുതെ നിങ്ങൾ മൊത്തം മറ്റേ എന്തൊക്കെ ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ട ഒരു ചാനൽ നിങ്ങൾ ചെയ്യില്ലേ? ഒരു 100 ആൾക്കാർ ചെയ്ത് 1000 ആൾക്കാർ 10,000 ആൾക്കാർ ചെയ്ത് നമുക്കെല്ലാം കിട്ടും. ഒന്നും വേണ്ടെങ്കിലും ഇത്രയും നല്ല അതിമനോഹരമായ ഒരു ചാനൽ വേറെ മനസ്സിലായില്ലേ? വത്തിക്കാൻ്റെ അകത്തുനിന്ന് എടുക്കുന്നതാണ്. ഇത്രയും സൂപ്പർ ചാനൽ വേറെ ആരും എടുക്കില്ല. ഇങ്ങനെ ഇത് ലൈവായിട്ട് പറയുന്ന ഒരാൾ മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു കോപ്പിയൊന്നുമില്ല. സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഇത്രയും നല്ലൊരു ചാനലാണ്. നമുക്ക് വേണ്ട. ഇനി പള്ളിക്കകത്ത് കയറിക്കൊണ്ടില്ല. വത്തിക്കാൻ്റെ സ്ക്വയറിനകത്തുള്ള ഏറ്റവും വലിയ വത്തിക്കാൻ്റെ പള്ളിയാണിത്. വത്തിക്കാൻ വേണ്ട. ഒത്തിരി ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ ഒരു സമയം പോക്കും എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എടുക്കുന്നുള്ളൂ. അല്ലേ, ഇത്ര രാവിലെ ഇത്രയും വെളുപ്പിന് ഇത്രയും നല്ലൊരു ചാനൽ എടുക്കുന്ന വേറെ ആരുണ്ട്? ഇന്ത്യൻ ജോൺസൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. വത്തിക്കാൻ്റെ പള്ളിക്കകത്താണ്. കണ്ടാ ഇത് കണ്ട. ഈ ആൾക്കാരൊക്കെ മറച്ചിട്ടുണ്ട്. മുമ്പ് ആൾക്കാരുണ്ട്. നല്ല ഇതാണ് ഇവിടെ എല്ലാവർക്കും. രാവിലെ നിന്നുണ്ടാ. പിന്നെ വേറെ പ്രത്യേകമുണ്ട് ഇവിടെ കേട്ടാ. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ട്. കാണാനില്ലല്ലോ. ഉണ്ട്. നോക്ക് ഓണമല്ല. നോക്ക് കണ്ട. അതിൻ്റെ മുകളിൽ കണ്ട. ഇത് കണ്ടുണ്ടോ നിങ്ങൾ?
ശ്രീകൃഷ്ണനാണോ പാവേലിയാണോ ആരെന്നറിയില്ലണ്ട. ഇവിടെ എല്ലാം ഉണ്ടാക്കാം. നോക്ക്, ഇപ്പം ഇന്ന് പാപ്പാടെ കുറവാനുണ്ട്. ഈ സമയത്ത് ഇത്രയും വലിയ മാലാകമാല നിൽക്കുന്ന നോക്ക്, വയലുണ്ടാക്കണം. നോക്ക്, വരുന്നുണ്ടാക്കാനുണ്ട ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനൊക്കെ സുന്ദരികളും സുന്ദരന്മാരെല്ലാം ഉണ്ട്. നിങ്ങൾ ഇത്രയും നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ മോശമായി പോകണം. നിങ്ങൾക്ക് തന്നെ മോശമായി പോകും കേട്ടോ. താഴ്മ ചാനലിലേക്ക് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കര മോശമായി പോകും. ലൈക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ കടന്നങ്ങ് പോവാം. നോക്കാം, ഈ ഓരോ തൂണിൽ ഓരോ ആൾക്കാർ അടക്കിയിട്ടുള്ളതാണ്. വലിയ പാപ്പന്മാർ അടക്കിയുള്ള തൂണുകളാണിത്. എന്താ ഇവിടെ അടക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ മരിച്ച ബിഷപ്പന്മാരെയും പാപ്പന്മാരെയും അച്ഛന്മാരെയും അടക്കിയുള്ള തൂണുകളാണ് ഈ തൂണുകൾ റോമിനകത്ത്. മനസ്സിലായി നിൽക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. എന്താ ഇത്രയും നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഭാഗ്യം വേണ്ടേ? ആൾക്കാരയ്ക്ക് മുമ്പിൽ നമ്മളിപ്പം ഏറ്റവും വലിയ ലോകത്തിൽ 500 ഏക്കറാണ് വത്തിക്കാനിരിക്കുന്നത്. 140 ആൾക്കാരുണ്ട് ഇതിനകത്ത്. മനസ്സിലായില്ലേ? ഈ വത്തിക്കാൻ പള്ളിക്കകത്ത് അതൊക്കെ കണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുന്നത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ കാണുന്നുണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ ഇടുമ്പോൾ നന്നായിട്ട് ചെയ്യുക, നല്ല ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നോക്കുക, ഇത്രയും നല്ല വലിയ ആൾക്കാരെയും വത്തിക്കാനിൽ പോകണടാ. ഓക്കെ, ഇത്രയും ആൾക്കാരുള്ള ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ നല്ല രൂപങ്ങൾ, ഭയങ്കര രൂപങ്ങൾ ഇരിക്കുന്നുണ്ടാ. ഓരോ രൂപങ്ങൾ ഇരിക്കുന്നുണ്ടാ. മണ്ണിൽ പണിഞ്ഞ പോലത്തെ രൂപങ്ങളാണ്, മാറിലുണ്ടാക്കിയ രൂപങ്ങളാണ്. മനസ്സിലായേ? ഒരു അൾത്താർ, അതാണ് മെയിൻ അൾത്താർ. ഞാൻ കാണിച്ചു തന്നിട്ട് ഇനി മെയിൻ അൾത്താർ നമ്മൾ പോകുന്നുണ്ട്. ഇത്രയും മെയിൻ അൾത്താരേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണല്ലോ. എന്താ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മൾ മെയിൻ അൾത്താരങ്ങ് കയറ്റിൽ വരുന്നത് ആൾക്കാരും. ഇനിയിപ്പോൾ ഇവിടെ ഒരു ആൾക്കാർക്ക് ഒരു കുർബാന ഉണ്ട്. ഇവിടെ ഇറ്റാലിയൻ ഭാഷ കുർബാന. ആൾക്കാർ അൾത്താരേക്കായി എന്താ ആൾക്കാരിക്കുന്നുണ്ട് കുർബാന കാണാൻ വേണ്ടി. ഇവിടെ ആൾത്താരുടെ എന്തോ പണിയുണ്ട്. അതാണ് ഈ ഒരു ആൾത്താര കെട്ടിച്ചിരിക്കുന്നത്. ഇത് പണിയുമ്പോൾ ഒരു ആൾത്താരാണ് മെയിൻ ആൾത്താര. വേറെ ആൾത്താരുണ്ട് ചെറുക്കിന് പാപ്പയുടെ കുറാണതുകൊണ്ട് ആൾക്കാരൊന്നും കയറത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് ആയിട്ട്. ഞായറാഴ്ചയാണ്, ഞായറാഴ്ച എടുക്കുന്നത് രാവിലെ. എല്ലാവർക്കും നല്ലതായിട്ട്. താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജോൺസൺ ആൻഡ് ജോൺസൺ ഇറ്റലിയിൽ നിന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും സുഖമാണ്. തണലും മരം ചാനൽ ലൈറ്റ് ചെയ്യുക കേട്ടോ. മണി അടിക്കുന്നുണ്ടേ, മണി കളിക്കുക. വലിയ മണിയാണ് ഇവിടെ അടിക്കുന്നത്. വത്തിക്കാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ആരും മറക്കല്ല്, ജോൺസൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലതായിട്ട്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിരിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. തണൽ മരം ജോൺസൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഒരു ഏറ്റവും ജോൺസൻ്റെ ചാനലിലേക്ക് സ്വാഗതം. തണൽ മരത്തിലേക്ക് പോലീസ് വണ്ടിയാണ്. ഇതാ വണ്ടി, കാറ്, പോലീസ് വണ്ടി കണ്ടാ. ആൾക്കാർ പോകണണ്ട. ഞാനിവിടെ നിന്ന് കുറച്ച് ഞാൻ കടന്നു പോവും. ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കടന്നു പോവും. 7ക്ക് ശേഷം 7ക്ക് അവിടെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടല്ലേ എത്ര ആൾക്കാർ നിൽക്കുക, എത്ര മുകളിൽ എത്ര ആൾക്കാർ നിൽക്കുന്നത് നോക്കിയേ. നോക്ക്, എല്ലാ ദൈവങ്ങളും വിശുദ്ധരെല്ലാം നിൽക്കുന്നവരാണ് കേട്ടോ. ഓരോ അറിവ് ദൈവം. അങ്ങനെ പോയിപ്പോൾ ഇനി ഈ സൈഡും ഉണ്ട്. ഈ സൈഡിൽ നമുക്ക് എടുക്കാൻ, ഞാനിപ്പം ഒരു സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പോകുന്നതാണ്. മനസ്സിലായില്ലേ? ആൾക്കാർ കൂടെ പോകണ്ട. അവരുടെ കൂടെ ഞാനും ഉണ്ട്, ഇവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ബാക്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. രാവിലെ വത്തിക്കാൻ്റെ ഫ്രണ്ടിലാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കൊടുക്കുക. വേറെ ഒന്നുമില്ല. ഇത്
ഇങ്ങനെ നിങ്ങൾക്കൊരു അവസരം ഒരിക്കലും കിട്ടില്ല. വത്തിക്കാൻ്റെ ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു അവസരം പാപ്പയെ കാണാൻ ഇന്ന് 12 മണിക്ക് പാപ്പ വരും. ഇപ്പം 7 മണിയായിട്ടുള്ളൂ. ഇനി ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ, ദൈവമല്ല ആരുമില്ല. പോലീസ് നിൽക്കുന്നുണ്ടല്ലേ, പെണ്ണുങ്ങളും ആണുങ്ങളുണ്ട്. അവരുടെ ഡ്രസ്സാണ് പോലീസുകാരുടെ ഡ്രസ്സ്. അവിടെ നിൽക്കുന്നുണ്ട്. ഇവരെ സെക്യൂരിറ്റി ചെയ്ത് അങ്ങോട്ട് വിടുള്ളൂ. കണ്ട, ഇത് വത്തിക്കാനത്ത് വെറുതെ അങ്ങനെ ആരെയും കയറ്റില്ല. ഇതെല്ലാം പോലീസ് നിൽക്കുന്നുണ്ടാ, പോലീസ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലമക്കുക, ഫുൾ അമക്കുക, എല്ലാം അമക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ ഒന്ന് പറയുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നല്ലൊരു ദിവസം തരുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചാവോ ചാവോ ചാവോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജോൺസൺ ആൻഡ് ജോൺസൺ ഇറ്റലിയിൽ നിന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും സുഖമാണ്. തണലും പറഞ്ഞ ചാനൽ ലൈറ്റ് ചെയ്യുക കേട്ടോ. മണി അടിക്കുന്നുണ്ടേ, മണി കാണിക്കാം. വലിയ മണിയാണ് അടിക്കുന്നത്. വത്തിക്കാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ആരും മറക്കല്ല്, ജോൺസൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലതെട്ട്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിരിക്കട്ടെ. താങ്ക് യു. തണൽ മരൻ ജോൺസൺ. വത്തിക്കാൻ്റെ പള്ളിക്കകത്താണ് കണ്ട, ഇത് കണ്ട, ഈ ആൾക്കാരൊക്കെ മറച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല ഇതാണ് ഇവിടെ എല്ലാ ആൾക്കാരും. രാവിലെ നിന്നുണ്ട. പിന്നെ വേറെ പ്രത്യേകമുണ്ട് ഇവിടെ കേട്ടാ. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ട്. കാണാനില്ലല്ലോ. ഉണ്ട്. നോക്ക് ഓണമല്ലോ, നോക്ക് കണ്ട. അതിൻ്റെ മുകളിൽ കണ്ട, ഇത് കണ്ടുണ്ടോ നിങ്ങൾ? ശ്രീകൃഷ്ണനാണോ പാവേലിയാണോ ആരെന്നറിയില്ലണ്ട. ഇവിടെ എല്ലാം ഉണ്ടാക്കാൻ നോക്ക്. ഇപ്പം ഇന്ന് പാപ്പാടെ കുർബാനുണ്ട്. ഈ സമയത്ത് ഇത്രയും വലിയ മാലാകമാല നിൽക്കി നോക്ക്, വയലുണ്ടാക്കണം. നോക്ക്, വരുന്നുണ്ടാക്കാനുണ്ട. ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനൊക്കെ സുന്ദരികളും സുന്ദരന്മാരെല്ലാം ഉണ്ട്. നിങ്ങൾ ഇത്രയും നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യില്ലെങ്കിൽ മോശമായി പോയി, നിങ്ങൾക്ക് തന്നെ മോശമായി പോകും കേട്ടോ. ചാനലിലേക്ക് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കര മോശമായി പോകും. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ കടന്നങ്ങ് പോവാം. നോക്കാം, ഈ ഓരോ തൂണിൽ ഓരോ ആൾക്കാർ അടക്കിയിട്ടുള്ളതാണ്. വലിയ പാപ്പന്മാർ അടക്കിയുള്ള തൂണുകളാണിത്. എന്താ ഇവിടെ അടക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ മരിച്ച ബിഷപ്പന്മാരെയും പാപ്പന്മാരെയും അച്ഛന്മാരെയും അടക്കിയുള്ള തൂണുകളാണ് ഈ തൂണുകൾ റോമിനകത്ത്. നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റി ഉണ്ട്. എന്താ ഇത്രയും നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഭാഗ്യം വേണ്ടേ? ആൾക്കാരയ്ക്ക് മുമ്പിൽ നമ്മളിപ്പം ഏറ്റവും വലിയ ലോകത്തിൽ 500 ഏക്കറാണ് വത്തിക്കാനിരിക്കുന്നത്. 140 ആൾക്കാരുണ്ട് ഇതിനകത്ത്, മനസ്സിലായില്ലേ? ഈ വത്തിക്കാൻ പള്ളിക്കകത്ത് അതൊക്കെ കണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇഷ്ടംപോലെ കാണുന്നുണ്ട് ആൾക്കാരുണ്ടാ. അപ്പോൾ ഇതുവരെ വീഡിയോ ഇടുമ്പോൾ നന്നായിട്ട് ചെയ്യുക, നല്ല ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നോക്കുക, ഇത്രയും നല്ല വലിയ ആൾക്കാരെയും വത്തിക്കാനിൽ പോകണടാ. ഓക്കെ, ഇത്രയും ആൾക്കാരുള്ള ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ നല്ല രൂപങ്ങൾ, ഭയങ്കര രൂപങ്ങൾ കളിക്കുന്നുണ്ടാ. ഓരോ രൂപങ്ങൾ ഇരിക്കുന്നുണ്ടാ. മണ്ണിൽ പണിഞ്ഞ പോലെ രൂപങ്ങളാണ്, മാറിലുണ്ടാക്കിയ രൂപങ്ങളാണ്. മനസ്സിലായേ? ഇത് അൾത്താർ, മെയിൻ അൾത്താർ ഞാൻ കാണിച്ചു തന്നിട്ട്. ഇനി മെയിൻ അൾത്താർ നമ്മൾ പോകുന്നുണ്ട്. ഇത്രയും മെയിൻ അൾത്താരേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണല്ലോ. എന്താ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ
നമ്മൾ മെയിൻ ആൾക്കാരങ്ങ് കയറ്റിലാണ് ആൾക്കാരും ഇപ്പോൾ ഇവിടെ ഒരു ആൾക്കാർക്ക് ഒരു കുർബാന ഉണ്ട് ഇവിടെ തെലുങ്ക് ഭാഷ കുർബാന ആൾക്കാർ ആൾക്കാരേക്കായി എന്താ ആൾക്കാരിക്കുന്നുണ്ട് കുർബാന കാണാൻ വേണ്ടി. ഇവിടെ ആൾക്കാരുടെ എന്തോ പണിയുണ്ട്, അതാണ് ഈ ഒരു ആൾക്കാരെ കെട്ടിച്ചിരിക്കുന്നത്. ഇത് പണിയുമ്പോൾ ഒരു ആൾക്കാരാണ് മെയിൻ ആൾക്കാരെ, വേറെ ആൾക്കാരുണ്ട് ചെറുക്കിന് പാപ്പയുടെ കുറാണെന്നുണ്ട് ആൾക്കാരൊന്നും കയറത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് ആയിട്ട്. ഞായറാഴ്ചയാണ്, ഞാൻ ഞായറാഴ്ച എടുക്കുന്നത് രാവിലെ. എല്ലാവർക്കും നല്ലതായിട്ട്. താങ്ക് യു. ഞാൻ വത്തിക്കാൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. കണ്ട പണിയിരിക്കുന്ന വെള്ളച്ചാട്ടം കണ്ടല്ലേ, എന്താ ഇത്രയും നല്ല. ഇവൻ ക്യൂ നിന്നിൻ്റെ അകത്ത് പള്ളിക്കകത്ത് കയറണം. വത്തിക്കാൻ വേറെ പള്ളിയിലകത്ത് കയറാനൊക്കെ ആണ് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജോൺസൺ തണൽമരം ചാനൽ നിങ്ങളെല്ലാം ചെയ്യുക. കണ്ടോ ഇത്രയും സൗന്ദര്യമായൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തത് മോശമില്ലേ? നിങ്ങൾക്ക് വെറുതെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ? വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നില്ല. നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല ഒരു ലൈക്ക് ചെയ്തിട്ട്. നഷ്ടം ഉണ്ടാകുമോ? ഒരു നഷ്ടം ഉണ്ടാവില്ല. ചെറിയ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വെല്ലമക്കുക. ഒരു നഷ്ടമില്ലാത്തതല്ലേ. നമുക്ക് എത്ര വെറുതെ നിങ്ങൾ മൊത്തം മറ്റേ എന്തൊക്കെ ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ട ഒരു ചാനൽ നിങ്ങൾ ചെയ്യില്ലേ? ഒരു 100 ആൾക്കാർ ചെയ്ത് 1000 ആൾക്കാർ 10,000 ആൾക്കാർ ചെയ്ത് നമുക്കെല്ലാം കിട്ടും. ഒന്നും വേണ്ടെങ്കിലും ഇത്രയും നല്ല അതിമനോഹരമായ ഒരു ചാനൽ വേറെ ആയിരുന്നു. മനസ്സിലായില്ലേ? വത്തിക്കാൻ്റെ അകത്തുനിന്ന് എടുക്കുന്നതാണ്. ഇത്രയും സൂപ്പർ ചാനൽ വേറെ ആരും എടുക്കില്ല. ഇങ്ങനെ ഇത് ലൈവായിട്ട് പറയുന്ന ഒരാൾ മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു കോപ്പിയൊന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. കേട്ടോ, ഇത്രയും നല്ലൊരു ചാനലാണ്. നിങ്ങൾക്ക് വേണ്ട. ഇനി പള്ളിക്കകത്ത് കയറിക്കൊണ്ടല്ലോ. വത്തിക്കാൻ്റെ സ്ക്വയറിനകത്തുള്ള ഏറ്റവും വലിയ വത്തിക്കാൻ്റെ പള്ളിയാണിത്. വത്തിക്കാൻ വേണ്ട, ഒത്തിരി ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ ഒരു സമയം പോക്കും എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എടുക്കുന്നുള്ളൂ. അല്ലേ, ഇത്ര രാവിലെ ഇത്രയും വെളുപ്പിന് ഇത്രയും നല്ലൊരു ചാനൽ എടുക്കുന്ന വേറെ ആരുണ്ട്? ഇന്ത്യൻ ജോൺസൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കാണാൻ പറയാം. ഓക്കെ, താങ്ക് യു.